നമ്മൾ തുണിക്കടകളിലും മറ്റും ചെല്ലുമ്പോൾ നല്ല പകിട്ടുള്ള വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് കല്യാണത്തിനും മറ്റും ചെറുക്കനും പെണ്ണൊക്കെ ഉപയോഗിക്കുന്ന തൊങ്ങലൊക്കെ പിടിപ്പിച്ച് മുത്തൊക്കെ പിടിപ്പിച്ച് നല്ല തിളങ്ങുന്ന ഗിൽറ്റ് പോലെ സാധനങ്ങളൊക്കെ പിടിപ്പിച്ച ഒരുപാട് ഡ്രസ്സ്, അപ്പോൾ അത് കേരളത്തിലും സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്, കാണാറില്ലേ? അത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് വരുന്നത്, ആരാണത് ചെയ്യുന്നത് എന്ന് എപ്പോഴെങ്കിലും അത് അണിയുന്നവർ ചിന്തിച്ചിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങളത് അത്തരം ആ വർക്ക് നടക്കുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ച് അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. മഗ്ഗം വർക്ക് എന്നാണ് പറയുന്നത്. മിറർ പിടിപ്പിച്ചിട്ടുള്ളതായാലും മുത്ത് പിടിപ്പിച്ചിട്ടുള്ളതായാലും അത്തരം എല്ലാ ജോലികളെയും അവർ പറയുന്നത് മഗ്ഗം വർക്ക് എന്നാണ്. ഇത് അത്തരത്തിൽ ഒരു മണവാളന് വേണ്ടി തയ്യാറാക്കിയ ഒരു കുർത്തയാണ്. ഇതിലെ ഈ വർക്ക് ഇതെല്ലാം മഗ്ഗം വർക്ക് എന്ന വിഭാഗത്തിലാണ് വരുന്നത്. എങ്ങനെയായിരിക്കും ഇതിൻ്റെ കൈ ഇവിടെ, ഇതൊക്കെയാണ് ഈ വർക്ക്. ഇതിൻ്റെ കുറച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇത്തരത്തിൽ മഗ്ഗം വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ ചാർമിനാറിൻ്റെ പുറകിലുള്ള തെരുവുകളിൽ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. അറിയുന്നവർക്ക് വന്നെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പോൾ മഴയത്ത് കുറേ നടന്നിട്ടാണ് ഞങ്ങളത് ആ കിള്ളി കണ്ടുപിടിച്ചത്. ഒരിടത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഊണ് കഴിക്കാൻ പോകുന്ന സമയമായിരുന്നു. അദ്ദേഹം വേറൊരു കടയിലേക്ക് കൊണ്ടെത്തിച്ചു തന്നു. അപ്പോൾ ആ വർക്കുകൾ തന്നെ പല തരത്തിലുള്ള പല പേരുകളിലുള്ളതുണ്ട്. ഈ മിറർ വർക്ക്, ठीक है, ये वाला मिरर एंड थ्रेड वर्क, मिरर एंड थ्रेड, ये भी मिरर एंड थ्रेड, जरी मिरर एंड जरी, ये जरदोसी वर्क, जरदोसी वर्क, जरदोसी ये आइटम होता है, ये वाला जो है इसको जरदोसी बोलता है. ये भी जरदोसी आइटम, ये जरदोसी, ये भी जरदोसी, ये बीड्स. अच्छा, ये सब बीड्स है. ये सब ऑर्डर पे बना के रखा है? नहीं, आप अपना सैम्पल रखा है. ഇത് ജോലി കഴിഞ്ഞ ഒരു ദുപ്പട്ട അഴിച്ചെടുക്കുകയാണ്. ഇത് ഇനി ഓർഡർ മേടിച്ചിട്ട് ചെയ്താണ് അയാൾക്ക് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാനൊന്ന് പുള്ളിയോട് ചോദിക്കാം. ये कितना दिन लेता है इतना वर्क करने के लिए? ये 4 मेंबर्स से 1 डे में कंप्लीट होता है. 4 मेंबर्स 1 डे में? 1 डे 2 डे होता है. हाँ, स्मॉल वर्क 1 डे में होगा. अच्छा, स्मॉल वर्क मतलब स्विंग का? हाँ, 1.5 इंच. हाँ, अभी 2 इंच 3 इंचेस, 5 डेज 6 डेज 10 डेज. अच्छा, डिजाइन पे डिपेंड. हाँ, इसका भाव कितना होता है, कितने में वैसे ये वाला भी? ये वाला 5000 में बिकता है. 5000 रुपये. तो ऐसा एक पीस बनाने के लिए आएगा तो डिज़ाइन वो लेके आएगा? डिज़ाइन वो देगा? डिज़ाइन कस्टमर लाएगा. कलर वो कलर भी, कपड़ा भी लेके आएगा? हाँ, क्लॉथ भी लाएगा वो. अच्छा, क्लॉथ वो सूट से डाई करवा के मैचिंग लेके आएगा. अच्छा अच्छा. अभी ये शादी का है? हाँ, ये वाला शादी का है. फंक्शन. ഈ സൂചിയുടെ അറ്റത്ത് ചെറിയ പശയുണ്ട്. ആ പശയിലാണ് തൊടുമ്പോഴാണ് ഇത് പൊക്കിയെടുക്കുന്നത്. പിന്നെ ഇവിടെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തൊടുമ്പോൾ അതിൽ പിടിച്ചു കഴിഞ്ഞു. പിന്നെ ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഗ്ലൂ വെച്ചിട്ടുണ്ടാവും, അതിനകത്തേക്ക് ഫാബ്രിക് ഗ്ലൂ ആണ്, അതിലേക്ക് വെച്ച് കൊടുത്താൽ ഇതിനേക്കാളും വലിയ പശയാണ് അത്, അതുകൊണ്ട് അതിലേക്ക് പിടിക്കും. सीखता किधर से आप, मतलब ऐसे कर करके सीखता है या कुछ स्कूल है नहीं, सिखाने वाला? कुछ नहीं है. ऐसा कुछ नहीं.
कुछ नहीं है, वर्कशॉप पे ही बैठ के सीखेगा। अच्छा, वर्कशॉप पे जिधर वर्कशॉप है उधर जाके सीखता है. ഇതൊരു കുർത്തയുടെ വർക്കാണ്. ഇത് കോളറാണ്. ഇത് കുർത്തയുടെ ചെസ്റ്റിൽ വരുന്ന പീസാണ്. ഇത് ബട്ടൺ എല്ലാം വരുന്ന ഭാഗത്തെ വർക്കാണിത്. ഇത് ഇതൊരു കുർത്തയുടെ മുഴുവൻ വർക്കാണ്. കയ്യിൽ, ചെസ്റ്റിൽ, സൈഡിൽ ഒക്കെ വരുന്നതാണ്. ഇത് ഒരാൾ 2 ദിവസത്തെ വർക്കാണ്. ഒരാളുടെ 2 ദിവസത്തെ വർക്കാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ വർക്ക് കഴിഞ്ഞതാണ്. കട്ടിൽ നിന്ന് അവർ അഴിച്ചെടുത്ത സാധനമാണ് ആ ഫ്രെയിമിൽ നിന്ന്. ഇനി ഇത് കഴിഞ്ഞെന്ന് കരുതണ്ട, ഈ നൂലഴിച്ച് കളഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ഈ എഡ്ജ് ചേർത്തിട്ട് കട്ട് ചെയ്തെടുക്കും. അത് ഇത്രയും ചെയ്യാനായിട്ട് 1-2 മണിക്കൂറിനുള്ളിൽ ചെയ്യും. അത് തുടങ്ങുന്നത് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് കാണാം. ഇത് വളരെ ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്. ഇത് മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റതും ഒരു നൂലാണ്, അതിൽ വെട്ടുകൊണ്ട് അതും മുറിഞ്ഞു പോകും. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ്. മഗ്ഗം എന്ന വാക്ക് തെലുങ്കിൽ നിന്നുള്ളതാണെന്നാണ് ഇവർ പറയുന്നത്. ഹാൻഡ് എംബ്രോയിഡറി വർക്ക് അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് എന്നാണ് അതിന് അർത്ഥം വരുന്നത്. അങ്ങനെ നോക്കിയാൽ ഇത് ഒരു ട്രഡീഷണൽ ആന്ധ്ര അല്ലെങ്കിൽ തെലുങ്കാന വർക്കാണ്, സൗത്ത് ഇന്ത്യയിലെ വർക്കാണെന്ന് തന്നെയാണ് ഇവർ അവകാശപ്പെടുന്നത്. 4 വശവും തുന്നിക്കെട്ടിയാൽ ഏറ്റവും അവസാനം തുന്നിക്കെട്ടുന്ന സൈഡിൽ കൂടുതൽ നൂല് വെച്ച് കെട്ടുന്നത് അത് ലോക്ക് ചെയ്യലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇത് അഴിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. 4ാമത്തെ വശത്താണ് അത് ചെയ്യുന്നത്. മഗ്ഗം വർക്ക് ഇപ്പോൾ അത് ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്നവർക്ക് പല പ്രതിസന്ധികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനെപ്പറ്റി ചില കാര്യങ്ങൾ അവർ പറയാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് കേൾക്കാം നമുക്ക്. आप बता दीजिए. हम लोग को थोड़ा प्रॉब्लम हो रहा है इस वजह से, क्योंकि लोग आ रहे बिहार बंगाल से, प्रॉब्लम नहीं है आने के लिए, उनके लिए रोज़गार मिल रहा, बहुत अच्छी बात है. मगर जो क्वांटिटीज़ जो उन लोग कर दे रहे ना, हम लोग के लिए परेशानी हो जा रही. वर्क करने के लिए हम लोग का डिमांड ख़त्म कर दे रहे. वो लोग कम पैसे में वर्क कर दे रहे और टाइम ज़्यादा दे दे रहे. तो उससे क्या है, हम लोग की मार्केटिंग ख़त्म हो जा रही है. यहाँ की जो प्रॉपरली हम लोग तेलंगाना के, तो हम लोग को परेशानी हो जा रही है. हम लोग को क्वांटिटी से वर्क नहीं मिल रहा. तो हमारी ये डिमांड है बस कि वो लोग आए हैं यहाँ पर, मुश्किल नहीं है आने के लिए, कोई प्रॉब्लम नहीं है. मगर हम लोग का भी ख्याल रखते हुए वर्क करे तो अच्छा रहता, बेटर रहता हो. मगर हम लोग का भी ख्याल वो लोग करना ना, कम कर दिए तो हम लोग परेशान हो जा रहे हैं. हम लोग को वर्क नहीं मिल रहा उतना. ये शिकायत है बस, और कुछ नहीं है. आपके थ्रू ये മെസ്സേജ് उन लोग को चले गया तो अच्छा है. സരൂർ. താങ്ക് യു സർ. അവരുടെ പ്രശ്നം അവർ പറയുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ, ബീഹാർ, ബംഗാളിൽ നിന്നൊക്കെയുള്ള തൊഴിലാളികൾ ഇതേ ജോലി ഇവിടെ വന്ന് തെലങ്കാനയിൽ വന്ന് ചെയ്യുമ്പോൾ അവർ 500-600 രൂപയൊക്കെ കുറച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഇവർ ഒരു ദിവസം 8 മണിക്കൂറിന് 700 രൂപ ചാർജ് ചെയ്യുന്നത് അവർ വളരെ കുറഞ്ഞ തുകയൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവിടെയുള്ളവരും ഇവിടെയും കോമ്പറ്റീഷൻ ഉണ്ട് ഇവിടെ ഉള്ളവരുമായിട്ട്. പക്ഷേ ഇവിടെയുള്ളവർ
പൈസ കുറച്ച് ചെയ്യില്ല, ഒരു ഫിക്സഡ് റേറ്റ് പോലെ അവർ സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ തൊഴിലാളികൾ വരുന്നതോടുകൂടി അവർ വളരെ കുറഞ്ഞ പൈസക്ക് ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി ഇവർക്ക് പ്രഷർ വരുന്നു, കൂടുതൽ ചെയ്യേണ്ടി വരുന്നു, കുറഞ്ഞ പൈസക്ക് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ അവരുടെ തൊഴിലിൽ അവർക്ക് ഒരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അവർക്ക് പുറത്തേക്ക് പറയാനുള്ള ഒരു മെസ്സേജ്. അവർ ചെയ്യുന്ന ജോലിയോട് അല്ലെങ്കിൽ അതവരുടെ ചോറാണെന്ന് അറിയുന്നതുകൊണ്ട് ഇത് വിരിച്ചിരിക്കുന്ന ഈ തറയിൽ ഒരു ചെരുപ്പിട്ട് പോലും കയറില്ല. എനിക്ക് ഈ തുണിക്കടകളിൽ ഇതെല്ലാം കാണുമ്പോൾ ഇത്രയും വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഇതാരാണ് ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, കൈകൊണ്ടാണെങ്കിൽ എത്ര സമയമെടുക്കും, ശരിക്കും അത്ഭുതത്തോടു കൂടി നോക്കി കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. ഒരിക്കലും അത് വാങ്ങണമെന്നുള്ളൊരു കൗതുകമൊന്നും എനിക്കുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആളല്ല ഞാൻ. എങ്കിലും ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്, ആരാണ് ചെയ്യുന്നതെന്നുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നതാണ്. അത് ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നത്, ആരാണ് ചെയ്യുന്നത്, ആ വർക്കിൻ്റെ സ്പീഡ് എന്താണ്, അതിൻ്റെ സ്കിൽ എന്താണ് എന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.